നടനും തിരക്കാരുത്തും സംവിധായകനുമായിട്ടുള്ള നമ്മുടെ രഞ്ജിത്ത് അറസ്റ്റിലായ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള സംവിധായകനാണ്. മമ്മൂക്ക, ലാലേട്ടനെ പോലുള്ള മലയാളത്തിൻ്റെ ദ ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. അത് ഒരുപാട് പുതിയ നടിമാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സാധാരണ നമ്മുടെ മലയാള സിനിമയിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പീഡന പരാതികൾ വരുന്നത്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രഞ്ജിത്തിനെതിരെ ഒരു നടി കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ശാപമാണിത്. സിനിമയ്ക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യാൻ തയ്യാറായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ചില വൃത്തികെട്ട സ്ത്രീകളുണ്ട്. അവരെ പേരെടുത്തൊന്നും പറയാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ഒരുപാട് എണ്ണത്തിന് ഈ അടുത്തിടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. അവസാനം അവരെല്ലാം തേഞ്ഞൊട്ടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇത്തരമുള്ള ആണുങ്ങൾക്കെതിരെ ലൈംഗിക പരാതിയുമായിട്ടൊക്കെ വരും. പിന്നീട് അത് കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഇല്ലാത്ത രീതിയിൽ പോകുന്നതും നമ്മൾ കണ്ടു. എന്നാൽ തെറ്റ് ചെയ്യുന്നവരുണ്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇപ്പം രഞ്ജിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ വരുമ്പോഴത്തേക്ക് രഞ്ജിത്ത് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം രഞ്ജിത്തിനെതിരായിട്ട് തന്നെ വരും. രഞ്ജിത്ത് ഇതിനകത്ത് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇദ്ദേഹത്തെ വേട്ടയാടിയിട്ടുള്ള ഈ അതിജീവിതം എന്ന് പറഞ്ഞ ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ നമ്മുടെ കോടതികൾ തയ്യാറാകണം എന്നാണ് എൻ്റെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോൾ ഈ കമൻറ്റോളുകൾ നമ്മുടെ രഞ്ജിത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങ് വലിച്ചു കീറി അങ്ങോട്ട് ഭിത്തിയിലൊട്ടിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ആ വീഡിയോ എന്ന് കണ്ടു നോക്കിയാലോ. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നുമല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. ഇപ്പൊ ഈ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഈ രഞ്ജിത്തിന്റെ എതിരാളികൾ എടുത്തിട്ട് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. കാരണം രഞ്ജിത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രഞ്ജിത്തിന്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാത്തവരാണ് ഇപ്പൊ ഈ ഒരു കേസ് കെട്ട് കിട്ടിയ പല രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അങ്ങോട്ട് കീറി അങ്ങോട്ട് അലക്കുന്നത്. എന്തായാലും ഈ പറയപ്പെടുന്ന അതിജീവിതയെ ആരെങ്കിലും സമൂഹ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കെതിരെ വലിയ രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് വരും. ഒരുപാട് നടിമാർ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി അവരെല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ അടുത്തൊരു സിനിമയിൽ ആ അവസരം നിഷേധിച്ചാൽ ഇതുപോലെ രംഗത്തിറങ്ങും. കാരണം എന്നെ പീഡിപ്പിച്ചു, എന്നെ മറ്റേത് ചെയ്തു, എന്നെ മറിച്ച് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വന്നിട്ട് അങ്ങ് കിടന്നങ്ങോട്ട് അഴിഞ്ഞാടും. ഇതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ വരണം. കാരണം നിരന്തരം ആണുങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രവണത ഇത്തരം ചില സ്ത്രീകൾക്കുണ്ട്. അപ്പം അതിനൊക്കെ ഒരു തടയിടുന്നതിന് വേണ്ടി ഒരു പുതിയ നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ വരണം. അതിജീവിതയ്ക്ക് മാത്രം നീതി ലഭിച്ചാൽ പോരല്ലോ. കാരണം ഇയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും നാളും അനുഭവിച്ച പീഡനം അല്ലെങ്കിൽ അത്രയും നാളും സമൂഹത്തിന്റെ മുന്നിൽ നേരിട്ട ആ ഒരു അവഗണന, ഇതിനൊക്കെ ആരും ഉത്തരം പറയും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ സൈഡ് നിയമമായിട്ട് മാറുന്നത് കൊണ്ടാണ് ഇത്തരം സ്ത്രീകൾ അതിനെ മുതലെടുത്തുകൊണ്ട് ഈ പുരുഷന്മാർക്കെതിരെ ഇങ്ങനെ നിരന്തരം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും സത്യം ആരുടെ ഒപ്പമാണോ നമ്മൾ അവരുടെ ഒപ്പം തന്നെയാണ്. അത് സ്ത്രീ ആയാലും കൊള്ളാം, പുരുഷനായാലും കൊള്ളാം. പക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നവരെ നമുക്ക് ഒരാളെ ക്രൂശിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അയാളെ പരിഹസിക്കാനോ ഇതുപോലെ അധിക്ഷേപിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. ഇതിലും വമ്പന്മാരായിട്ടുള്ള ഒരുപാട് പീഡന വിഹീനന്മാർ ഇപ്പോഴും നമ്മുടെ പുറത്തുണ്ടല്ലേ. അവരുടെ പണത്തിൻ്റെയും അവരുടെ അധികാരത്തിൻ്റെയൊക്കെ പവർ കൊണ്ട് ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. നമ്മൾ മറന്നുപോയിരിക്കുക. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും കൊള്ളാം, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.